Fine. I'm selling Kashmiri saffron kawa, 16 varieties mix, almond, walnut, cashew, honey. ശ്രീനഗറിലേക്ക് യാത്ര തിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രദേശം അത് ദാൽ ലേക്കാണ്. മലയാളികൾക്ക് ദാൽ ലേക്ക് ഏറ്റവും സുപരിചിതമാവുന്നത് കീർത്തിചക്ര എന്ന സിനിമയിലെ ഹുദാസെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ്. ജബർവാൻ മലനിരകളുടെ താഴെയായി ജേലം നദിയിൽ നിന്നും വെള്ളം കടമെടുത്തുകൊണ്ടാണ് ദാൽ തടാകം രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് വിശ്വാസം. ലേക്ക് ഓഫ് ഫ്ലവേഴ്സ് അഥവാ പൂക്കളുടെ തടാകം എന്ന പേരിൽ കൂടി ദാൽ ലേക്ക് അറിയപ്പെടാറുണ്ട്. മുഗൾ ഭരണകാലത്ത് മുഗൾ ഭരണാധികാരികൾ അവരുടെ വേനൽക്കാലം ചിലവിടാൻ വന്നിരുന്ന പ്രദേശം കൂടിയാണ് ദാൽ തടാകവും പരിസരവും. അതിന് ഏറ്റവും വലിയ കാരണം ഇവിടുത്തെ പ്രകൃതി മനോഹരമായ ഭംഗിയും ഒപ്പം തന്നെ അനുഗ്രഹീതമായ കാലാവസ്ഥയുമാണ്. പിൽക്കാലത്ത് വന്ന ഡോങ്കര ഭരണം ഏറ്റെടുത്തതോടുകൂടി ഡോങ്കര മഹാരാജാവ് ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. ഇനി മുതൽ ജബർവാൻ മലനിരകളിൽ കെട്ടിട നിർമ്മാണം നിരോധിച്ചിരിക്കുന്നു. അതിനു പകരമായി ദാൽ തടാകത്തിൽ ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കാനുള്ള അനുമതിയായിരുന്നു അദ്ദേഹം കൊടുത്തത്. ഈ ഒരു വലിയ യജ്ഞത്തിനു വേണ്ടി മാതൃകയാക്കിയിരുന്നത് ഇംഗ്ലണ്ടിലെ ഹൗസ് ബോട്ടുകളെ തന്നെയായിരുന്നു. അത്തരത്തിൽ പിൽക്കാലത്ത് ഹൗസ് ബോട്ടുകൾ നിർമ്മിക്കുകയും എന്നാൽ ദാൽ തടാകത്തെ മലിനമാക്കാതിരിക്കാനായി ഇത്തരം ഹൗസ് ബോട്ടുകൾ ഒഴുകി നടക്കുന്നതിന് പകരമായി താമസത്തിന് മാത്രമായി സ്ഥാപിക്കുകയും ജലത്തിലൂടെയുള്ള യാത്രയ്ക്കു വേണ്ടി യന്ത്രം ഘടിപ്പിക്കാത്ത ഷിക്കാരകളെ ആശ്രയിക്കുകയും ചെയ്തു പോന്നു. വെനീസിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ കുറിച്ച് ഒരുവിധമുള്ള എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. എന്നാൽ ശ്രീനഗറിലെ ദാൽ ലേക്കിലും അത്തരമൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. യാത്രികരായ പലരും അവിടെ പോവുകയും അവിടുത്തെ കാര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ ഒരു വെജിറ്റബിൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ള കാര്യം വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതിനു ശേഷം അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ഏകദേശം 6 മണിക്ക് മുമ്പേ തന്നെ വെജിറ്റബിൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയാൽ മാത്രമേ ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കൂ. ശ്രീനഗറിലെ ദാൽ തടാകത്തിന് പരിസരത്തുള്ളവർ ജീവിക്കുന്നത് ദാൽ തടാകത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമെല്ലാമുള്ള മാർക്കറ്റും സ്ഥിതി ചെയ്യുന്നത് ദാൽ ലേക്കിന്റെ ഒത്ത മധ്യത്തിൽ തന്നെയാണ്. ഓരോ കർഷകരും അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തെടുക്കുന്ന ഫലങ്ങൾ ഇത്തരത്തിൽ അതിരാവിലെ തന്നെ വെജിറ്റബിൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തിച്ച് ഇവിടെ അതിനുള്ള ആവശ്യക്കാരെ കണ്ടെത്തുകയാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു മാർക്കറ്റ് വെള്ളത്തിന് നടുവിലായാൽ എങ്ങനെയിരിക്കുമോ അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ദാൽ തടാകത്തിൽ ഒട്ടാകെ താമരകൾ വിരിഞ്ഞു നിൽക്കും. കാശ്മീരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് നദ്രു യാഖ്നി എന്ന് പറയുന്നത്. വെള്ളത്തിൽ വിരിയുന്ന താമരയുടെ തണ്ടുപയോഗിച്ചുകൊണ്ടാണ് ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അതിനാവശ്യമായ താമരയുടെ തണ്ടാണ് ഇവിടെ വിലപേശി ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വള്ളങ്ങൾക്കുമുണ്ട് പ്രത്യേകത. ഒരു ഭാഗം വളരെ താഴ്ന്ന ജലത്തോട് ചേർന്ന് നിൽക്കുകയും അതിന്റെ പിൻഭാഗം വളരെ ഉയരത്തിൽ നിൽക്കുകയും ശേഷം അതിന്റെ മുൻഭാഗത്ത് കയറിയിരുന്ന് വെള്ളത്തിനോട് ചേർന്നിരുന്ന് തുഴയുന്ന ഒരു പ്രത്യേകതരം ശൈലിയാണ് ദാൽ തടാകത്തിൽ കണ്ടുവരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. Good morning. How are you? Fine. I'm selling Kashmiri saffron kawa, 16 varieties mix, almond, walnut, cashew, honey. ദാൽ തടാകത്തിൽ ഒട്ടാകെ സജീവമായി നിൽക്കുന്ന ഇദ്ദേഹമാണ് ഇവിടുത്തെ പ്രധാന കാശ്മീരി കാവ വിൽപ്പനക്കാരൻ. 16 തരം പ്രത്യേക ചേരുവകൾ ചേർത്ത് നിർമ്മിക്കുന്ന ഈ കാശ്മീരി കാവ ദാൽ തടാകത്തിൽ വരുന്ന ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. खुदा से मन्नत है मेरी. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമടക്കം ഒട്ടനവധി സാധനങ്ങളാണ് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ ഈ കർഷകർ വിളവെടുപ്പ് നടത്തുന്നത്. എന്നാൽ വർഷത്തിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇവർക്ക് കൃഷിക്കായി ലഭിക്കൂ. വർഷത്തിൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം കാശ്മീരി താഴ്വരകൾ മഞ്ഞു മൂടിക്കിടക്കുകയായിരിക്കും.
वो अमन वो ഭീകരവാദവും തീവ്രവാദവും വേട്ടയാടുന്ന ശ്രീനഗറിലെ സാധാ ജനങ്ങളുടെ ജീവിതശൈലിയും അവരുടെ ഗ്രാമീണ ജീവിതത്തിലെ നിഷ്കളങ്കതയും ജീവിത മാർഗങ്ങളുമെല്ലാം കണ്ടുകൊണ്ട് ഞാൻ എന്റെ യാത്ര തുടരുകയാണ്. लौटा दे कश्मीर दोबारा मेरी रूह की तस्वीर मेरा कश्मीर वो खुदाया लौटा दे कश्मीर दोबारा वो खुदाया लौटा दे कश्मीर दोबारा.